ഇത് കുള്ളംപായാണ്. കുള്ളം നാലിപ്പൂവനാണ്. കുള്ളം നാലിപ്പൂവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് വലിയ കുന്നു പ്രദേശത്തിൽ നട്ടാലും കാറ്റ് പൊട്ടുകയോ താറാറുകളൊന്നും ഉണ്ടാവില്ല. വാഴക്കൊലയാണെങ്കിൽ നല്ല ജലയിൽ വളയിലിട്ട് കൊടുത്ത കുള്ളംപായ നാലിപ്പൂവിനും നല്ലതായ കൊല ഉണ്ടാവും. വിപണിയിൽ നല്ല വിലയും കാര്യം കിട്ടുന്ന വായാണ് കുള്ളംപായ. പല ഘട്ടങ്ങളായിട്ട് വെച്ചതാണ്. ഈ തോട്ടത്തില് കുള്ളംപായ ഉണ്ട്, പൂവമ്പായ ഉണ്ട്, നീന്ത്രവായ ഉണ്ട്, ചേട്ടപ്പൂവനുണ്ട്, മൈസൂർ വായ ഉണ്ട്, അങ്ങനെ കൂമ്പില്ലാപ്പൂവനുണ്ട്. എല്ലാവിധ വായകളും ഓരോ ഘട്ടങ്ങളായി ഓരോ സ്ഥലത്തും വെച്ച് പിടിപ്പിച്ചതാണ്. ഇതിന്റെ ഇടക്ക് വായകളുടെ ഇടക്ക് പയറുകളും കാര്യങ്ങളെല്ലാം പൊടിച്ചു വരുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പയറെന്ന് വെച്ചാൽ നമുക്ക് രണ്ടിട്ട് കുറവാണ്. വാഴയ്ക്ക് തണുപ്പം കിട്ടും, വളവും കിട്ടും. അതുകൊണ്ടാണ് ഈ പയർ നശിപ്പിക്കാണ്ടിരിക്കുന്നത്. മറ്റു കളകളൊന്നും വാഴയെ ഉപദ്രവിച്ചില്ല. ഈ പയറ് വള്ളി കണ്ടിച്ച് വാഴ ചുവട്ടിട്ടാൽ വാഴയ്ക്ക് തണുപ്പുമായി പുകയിലേക്ക് വരും. രണ്ട് കാര്യമാണ് ഇതിനൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. കുള്ളംപാഴയെ പറ്റി എൻ്റെ സുഹൃത്ത് മാമുക്ക പറഞ്ഞനുസരിച്ച് നോക്കുമ്പോൾ മറ്റ് ഞാലിപ്പൂവും വാഴ കഴിഞ്ഞും പ്രതിരോധശേഷി കൂടുതലുണ്ട്. ഈ വാഴയ്ക്ക് കേട് കുറവുണ്ട്, മെച്ചമായ ഒരു വിളവും കിട്ടുന്നുണ്ട്. അതാണ് ഈ കുള്ളൻ ഞാലിപ്പൂവൻ വാഴയുടെ ഒരു പ്രത്യേകത. ഇവിടെ മലമ്പ്രദേശമായതുകൊണ്ട് കാറ്റടിക്കുന്ന സ്ഥലമാകൊണ്ടാണ് പൊക്കം കുറഞ്ഞ വാഴ, ഉയരം കുറഞ്ഞ വാഴ വെച്ചിട്ട് നമ്മൾ കൃഷി നോക്കുന്നത്. നമ്മുടെ വാഴയെ സംബന്ധിച്ചിടത്തോളം പറയാമെന്ന് വെച്ചാൽ 4 മാസം പ്രായം ആയ വാഴയായപ്പോഴത്തേക്കും സാമാന്യം നല്ല വളർച്ച കിട്ടുന്നുണ്ട്. നല്ല മണ്ണാണ്, നല്ല മണ്ണുള്ള പ്രദേശമാണ്. ചോലയില്ലാത്തതാണ് ഇതിൻ്റെ വാഴയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാലാവസ്ഥ. നമുക്ക് അവിടെ